ഇനി എന്താണ് നിങ്ങളുടെ പ്രതിഷേധ പരിപാടി? പറഞ്ഞല്ലോ, ഇപ്പോൾ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ജ്ഞാനം, ശീലം, ഏകത, അതാണ് നമ്മുടെ മുഖമുദ്ര. അപ്പോൾ ജ്ഞാനവും ശീലവും മാത്രം പോരാ, വേറെ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകണം. അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, SFI അല്ലെങ്കിൽ CPMൻ്റെ നേതൃത്വം തിരുവനന്തപുരത്ത് വെച്ചിട്ടുള്ള ഈ കെണിയിൽ വീഴാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഞങ്ങൾക്ക് നിരവധി പ്രവർത്തന പദ്ധതികളുണ്ട്, നിരവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസ മേഖലയിലുള്ള ഉന്നമനം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൽ ഈ ഇടതു നിരീക്ഷകൻ പറഞ്ഞതുപോലെ അവരുടെ ഘടകകക്ഷിക്കത്തുള്ള അഭിപ്രായ വ്യത്യാസം കൊണ്ടാണ് പോലും നടക്കാത്തത്. അപ്പോൾ ഈ പറഞ്ഞ അസംബന്ധങ്ങളാണ് പറയുന്നത്, ഫോട്ടോ വെച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ ഇവർക്ക് പോലും ഒരു ക്ലാരിറ്റിയോടെ മറുപടി പറയാനായിട്ട് പറ്റുന്നില്ല. മാത്രമല്ല, 70 കഴിഞ്ഞ മാമനെ റോഡിൽ തടഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ നമുക്ക് ചാനലിൽ വന്നിട്ട് പബ്ലിസിറ്റി, അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങൾ തന്നെ എടുത്ത് നോക്കൂ, ഒരു ടൈം ലൈൻ ഈ പോയൊരു വർഷത്തെ എടുത്ത് നോക്കൂ. ഞങ്ങൾ പ്രവർത്തനങ്ങളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ആളെ റോഡിലിറക്കി അരങ്ങ് ഒഴിപ്പിച്ച് വിഷ്വലിൽ വരിക എന്നുള്ളതല്ല ഞങ്ങളുടെ അജണ്ട. അത്തരത്തിലുള്ള പ്രവർത്തനമല്ല ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. അതുപോലെ കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ് SFIക്ക് വേണ്ടത്. അത്തരത്തിലല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ABVPയുടെ ക്ഷമയെ, സഹനത്തിനെ ഒരു ബലഹീനതയായിട്ട് കണ്ട് അത്തരത്തിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ നമുക്ക് പ്രതിരോധിക്കേണ്ടി വരും. അത് ജനങ്ങൾ ജനകീയമായിട്ട് പ്രതിരോധിക്കട്ടെ. ഇപ്പോൾ ഭയപ്പെട്ട് മുന്നോട്ട് പോകുന്ന ചരിത്രമൊന്നും നമുക്കില്ല. അറിയാമല്ലോ, ഇത് എന്തിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണെന്ന് ഞാൻ ആരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ പറഞ്ഞല്ലോ, ഇപ്പോൾ എന്താണോ SFIയും CPMും തിരുവനന്തപുരത്ത് അവരുടെ ഇത്രയും നാള് ഇല്ലാത്ത രീതിയിൽ തകർന്നടിഞ്ഞു പോലെ ഒരു ഭരണ സംവിധാനത്തിൽ, അല്ലെങ്കിൽ പരാജയപ്പെട്ട ഇല്ലാതായിപ്പോയ ഒരു കുറേ കാര്യങ്ങളെ മറച്ചു പിടിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കിയിട്ട് സീറ്റ് ഉറപ്പിക്കുക എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൽ നമ്മളില്ല.